ആദിത്യൻ അല്പം ഭയത്തോടെയും സംശയത്തോടെയും ചുറ്റും നോക്കി. കത്തെവിടെയുമില്ല. മേശപ്പുറത്ത് വെച്ചത് ഉറപ്പായിട്ടാണ്. പക്ഷേ ഇപ്പോൾ അത് അവൻ്റെ കസേരയുടെ താഴെ കിടക്കുന്നു. അവൻ ആ കത്തെടുത്ത് നോക്കി. കവറിന്മേൽ ഇപ്പോൾ ഒരു പുതിയ വാക്ക് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു: തിരയരുത്. ആദിത്യൻ്റെ ഹൃദയം തല്ലിയൊടിക്കുന്നു. ഇതാരാണ് ചെയ്തത്? വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അവൻ ടോർച്ചെടുത്ത് മുകളിലെ മുറിയിലേക്ക് കയറി. വീടിൻ്റെ അകത്ത് മുഴുവൻ പൊടിയോടുകൂടിയ പഴയ ഫോട്ടോകൾ, പൊട്ടിയ കണ്ണാടികൾ, പഴയ പാട്ടുപുസ്തകങ്ങൾ. ഒരു മുറിയിൽ കയറുമ്പോൾ മതിലിൽ ആ ചുവന്ന ഫ്രെയിം ചിത്രം വീണ്ടും കാണുന്നു. അതവൻ മുമ്പ് കണ്ടതുപോലെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ചിത്രത്തിൽ ഒരു സ്ത്രീയുടെ മുഖം വ്യക്തമായി കാണും. അവളുടെ കണ്ണുകൾ അവൻ്റെ നേരെ നോക്കുന്നത് പോലെ. ആദിത്യൻ കത്തു തുറന്ന് വായിക്കാൻ തുടങ്ങി. അകത്തെഴുതിയിരുന്നത്: ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നീ ആ ജന്നൽ അടയ്ക്കുമ്പോഴൊക്കെ ഞാൻ ഉണരുന്നു. അവൻ വിറച്ചുകൊണ്ട് കത്ത് താഴേക്ക് വിട്ടു. തുടർന്ന് ജന്നലിന് പുറത്തു നിന്ന് ഒരു സ്ത്രീയുടെ പാട്ട് കേട്ടു. ആ ശബ്ദം മൃദുവും ഭീതിജനകവുമായിരുന്നു.